Hi all, this is Angeline. Welcome to Study Table. Today we are going to see the last part of the explanation and question answer section of the scholarship jacket. Okay? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന പാഠഭാഗത്തിന്റെ എക്സ്പ്ലനേഷനും അതുപോലെ അതിന്റെ ചോദ്യോത്തരങ്ങളുടെയും അവസാനത്തെ പാർട്ടാണിത്. ഓക്കെ, സോ ഡോണ്ട് മിസ് ഇറ്റ്. ലെറ്റ്സ് ബിഗിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? പ്രിൻസിപ്പള് മാർത്തയോട് എന്താ പറഞ്ഞിരുന്നത്? $15 ഉണ്ടെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പ് ജാക്കറ്റ് തരാൻ കഴിയത്തുള്ളൂ അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോൾ അവള് ശരി ഞാൻ അപ്പൂപ്പനോട് നെക്സ്റ്റ് ഡേയിൽ ഞാൻ പറയാന്ന് പറഞ്ഞ അവൾ സ്കൂൾ വിട്ട് പോയി അല്ലേ? പോകുന്ന വഴിയിൽ അവൾ എങ്ങനെയായിരുന്നു? കരഞ്ഞുകൊണ്ടായിരുന്നു പോയത്. അവിടെ വരെയാണ് നമ്മൾ വായിച്ചിരുന്നത് അല്ലേ? നൗ പേജ് നമ്പർ 116. ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വെർ റെഡ് ആൻഡ് പഫി. അതായത് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു? ചുവന്ന് വിങ്ങിയിരുന്നു. വേഴ്സ് ഗ്രാൻഡ്പാ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മാ looking down at the floor so she wouldn't ask me why I had been crying. She was sewing on a quilt as usual and didn't look up. അതായത് ഞാൻ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിലെല്ലാം അപ്പൂപ്പനെ തിരഞ്ഞു, പക്ഷേ കണ്ടില്ല. കാണാതെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പൂപ്പൻ എവിടെ അമ്മൂമ്മയോട് ചോദിച്ചു. ഓക്കെ, അപ്പൊ തറയിലേക്ക് നോക്കിയാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് എന്തിനാണ് കരയുന്നതെന്ന് അമ്മൂമ്മ ചോദിച്ചില്ല. പതിവ് പോലെ അമ്മൂമ്മ ഒരു മെത്ത തുണി ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്വിൽറ്റ് എന്ന് പറയുന്നത് തയ്ക്കുകയാണ്. ഓക്കെ, മുഖം ഉയർത്തി എന്നെ നോക്കിയില്ല. ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. ബീൻ പാടത്തിൽ അദ്ദേഹം കാണുമെന്ന് തോന്നുന്നു. ഐ വെന്റ് ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ്. There he was. I could see him walking between the rows, his body bent over the little plants, hoe in hand. അതായത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പാടത്തിന് നേരെ നോക്കി. അവിടെ ആരുണ്ടായിരുന്നു? യെസ്, നമ്മുടെ അപ്പൂപ്പനുണ്ടായിരുന്നു. പയർ നിരകൾക്കിടയിലൂടെ അദ്ദേഹം നടക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. റോസ് എന്ന് പറഞ്ഞാൽ എന്താ? നിര. ഓക്കെ, പിന്നെന്തുണ്ടായിരുന്നു? അപ്പൂപ്പിന്റെ കയ്യിൽ ഒരു തൂമ്പയും കൂടി ഉണ്ടായിരുന്നു. ഹോ എന്ന് പറഞ്ഞാൽ എന്താ? തൂമ്പ. ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം trying to think how I could best ask him for the money. There was a cool breeze blowing and the sweet smell of mesquite fruit in the air. അതായത് അപ്പൂപ്പനോട് എങ്ങനെ പണം ചോദിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്നു. തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. കോൾഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ്. വടക്കേ അമേരിക്കയിൽ കാണുന്ന മെസ്ക്വിറ്റ് മരത്തിലുണ്ടാക്കുന്ന പഴത്തിന്റെ മണോ വായുവിൽ തിങ്ങി നിന്നിരുന്നു. ഓക്കെ, ബട്ട് ഐ ഡിഡ്ന്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. അതായത് അതൊന്നും എനിക്ക് ആസ്വദിക്കാനേ കഴിഞ്ഞില്ല. ഓക്കെ, ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ്. ഐ വാണ്ടഡ് എ ജാക്കറ്റ് സോ മച്ച്. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീങ് എ valedictorian and giving a little thank you speech for the jacket on graduation night. It represented 8 years of hard work and expectation. അതായത് അവൾക്ക് ആ സമയത്ത് വേറെ ഒന്നും തോന്നിയില്ല. അവളുടെ മനസ്സിൽ നിറയെ മൊത്തം എന്തായിരുന്നു? യെസ്, ആ ജാക്കറ്റിനെ കുറിച്ചായിരുന്നു അല്ലേ? അവൾ എന്ത് ചെയ്തു? ഒരു മൺകട്ടയിൽ കാലുകൊണ്ട് തട്ടി. അതിനാണ് ക്ലോഡ് എന്ന് പറഞ്ഞത്. ക്ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൺകട്ട. ഓക്കെ, എനിക്ക് ആ ജാക്കറ്റ് വേണം. ബിരുദാരന്റെ രാത്രിയിൽ, അതായത് ഗ്രാജുവേഷന്റെ ആ രാത്രിയിൽ നന്ദി പ്രസംഗത്തിലുള്ള ഒരു അവസരം മാത്രമല്ലായിരുന്നു അവൾക്കത്. അത് പിന്നെ എന്തായിരുന്നു അവൾക്ക്? അതിനേക്കാളും ഒക്കെ ഉപരി അവൾക്ക് എന്തായിരുന്നു? അവളുടെ 8 വർഷത്തെ കഠിനാധ്വാനം പ്രതീക്ഷയായിരുന്നു. എന്ത്? അവളുടെ കഠിനാധ്വാനത്തിന്റെ, അവളുടെ ഹാർഡ് വർക്കിന്റെ പ്രതീക്ഷയായിരുന്നു ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഓക്കെ, ഐ ന്യൂ ഐ ഹാഡ് ടു ബി ഹോണസ്റ്റ് വിത്ത് ഗ്രാൻഡ്പാ. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്. ഹി സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. അതായത് അപ്പൂപ്പനോട് വിശ്വസ്തയായിരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ഏക പ്രതീക്ഷ. അദ്ദേഹം എന്നെ നിഴൽ കണ്ടു മുകളിലേക്ക് നോക്കി. ഓക്കെ, he waited for me to speak. I cleared my throat nervously and clapped my hands behind my back so he wouldn't see them shaking. അതായത് ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ അപ്പൂപ്പൻ കാത്തു നിന്നു, വെയിറ്റ് ചെയ്തു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നത് അപ്പൂപ്പൻ കാണാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കൈകൾ പുറകിലാക്കി കോർത്തു പിടിച്ചു. ഓക്കെ, ഗ്രാൻഡ്പാ, I have a big favor to ask you. I said in Spanish, the only language he knew. അതായത് അവൾ എന്ത് പറഞ്ഞു? സ്പാനിഷിലാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഏത് ഭാഷ അറിയത്തുള്ളൂ? സ്പാനിഷ് ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ സ്പാനിഷിൽ പറയാ, അപ്പൂപ്പനോട് ഞാനൊരു സഹായം ചോദിക്കാനാണ് വന്നത്. ഫേവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സഹായം ചോദിക്കാനാണ് വന്നത്. He still waited silently. I tried again. Grandpa, this year the principal said the scholarship jacket is not going to be free. It's going to cost $15 and I have to take the money in tomorrow. Otherwise it will be given to someone else. അപ്പൂപ്പൻ അപ്പോഴും എന്താ നിശബ്ദനായി നിന്നു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ പിന്നെയും പറയാൻ ശ്രമിക്കുവാണേ. അവൾ എന്താ പറഞ്ഞത്? അപ്പൂപ്പ, ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് സൗജന്യമായി നൽകുന്നില്ലെന്ന് പ്രിൻസിപ്പള് പറഞ്ഞു. ഫ്രീ അല്ല. ജാക്കറ്റ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? $15 നൽകണമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു. നാളെ ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ അടുത്ത ആളിന് ആ ജാക്കറ്റ്
നൽകും. The last words came out in an eager rush. Grandpa straightened up tiredly and leaned his chin on the hose handle. He looked out over the field that was filled with the tiny green plants. അതായത് അവൾ പറഞ്ഞ അവസാന വാക്കുകളൊക്കെ വളരെ വേഗത്തിലാണ് പുറത്തേക്ക് വന്നത്. ഓക്കെ, അപ്പൂപ്പൻ ക്ഷീണത്തോടെ നിവർന്നു നിന്ന് തന്റെ താടി എന്ത് ചെയ്തു, തന്റെ ചിന്നെന്ന് പറഞ്ഞാൽ തന്റെ താടി എന്ത് ചെയ്തു, തൂമ്പയുടെ പിടിയിൽ ഇങ്ങനെ മുട്ടിച്ചു നിന്നു. ഓക്കെ, ചെറിയ പച്ചപ്പയർ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന പാടശേഖരത്തിലേക്ക് അദ്ദേഹം എന്നിട്ട് നോക്കി. ഓക്കെ, I waited desperately, hoping he would say I could have the money. He turned to me and asked quietly, what does a scholarship jacket mean? അതായത് ഇപ്പൊ ക്ഷീണിച്ചിങ്ങനെ നിൽക്കുവല്ലേ അല്ലെ, തൂമ്പയിൽ താടിയൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കുക. എനിക്ക് പണം നൽകാമെന്ന് അപ്പൂപ്പൻ പറയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. അപ്പൂപ്പൻ എന്നെ നേരെ തിരിഞ്ഞ് പതിയെ ചോദിച്ചു, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? What does it mean? I answered quickly. Maybe there was a chance. It means you have earned it by having the highest grades for 8 years and that's why they're giving it to you. Too late I realized the significance of my word. ഇതാണ് നല്ല അവസരമെന്ന് ഉറപ്പാക്കി ഞാൻ വേഗത്തിൽ മറുപടി പറഞ്ഞു. ഞാൻ എന്താ വേഗത്തിൽ പറഞ്ഞത്? ക്വിക്ലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. കഴിഞ്ഞ 8 വർഷമായി ഞാൻ ഇതിനു വേണ്ടിയാണ് അധ്വാനിച്ചത്. അവർ അതിന് നൽകുന്ന പ്രതിഫലമാണ് എന്ത്? സ്കോളർഷിപ്പ് ജാക്കറ്റ്. വളരെ വൈകിയാണ് ഞാൻ പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം അവള് തിരിച്ചറിഞ്ഞത്. ഓക്കെ, Grandpa knew that I understood it was not a matter of money. It wasn't that. He went back to hoeing the weeds that sprang up between the delicate little bean plant. അതായത് അപ്പൂപ്പൻ അറിയാം പണത്തിന്റെ കാര്യമല്ല അതെന്ന്. പക്ഷേ തീർച്ചയായും അല്ല, ചെറിയ പയർ ചെടികൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന കള പറിക്കാനായി തൂമ്പയുമായി അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ച് പോയി. അദ്ദേഹം ഉദ്ദേശിച്ചത് പണം കൊടുത്ത് വാങ്ങുന്നതാണോ സ്കോളർഷിപ്പ് ജാക്കറ്റ്? അല്ലല്ലേ, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. The 10th one. Why was winning the scholarship jacket important to Martha? എന്തുകൊണ്ടായിരുന്നു ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുക്കുന്നത് മാർത്ത അതിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നത്? The scholarship jacket corresponds to 8 years of hard work and expectation for which she was tirelessly worked. കാരണം ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്തായിരുന്നു? അവളുടെ കഴിഞ്ഞ 8 വർഷമായിട്ട് അവൾ പ്രയത്നിക്കുന്ന അവളുടെ ഹാർഡ് വർക്കിന്റെയും ഉള്ള ഒരു റിവാർഡായിരുന്നു അല്ലേ. അപ്പം അത് അവൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. നെക്സ്റ്റ് വൺ. Why did Martha's grandfather refuse to pay the money? എന്തുകൊണ്ടാണ് മാർത്തയുടെ അപ്പൂപ്പൻ ആ പൈസ കൊടുക്കാൻ ആഗ്രഹിക്കാഞ്ഞത്? Martha's grandfather was a man of wisdom and experience. He believed that there are things which cannot be bought paying money. The scholarship jacket was one such thing. Hence he refused to pay the money. മാർത്തയുടെ അപ്പൂപ്പൻ എങ്ങനെയായിരുന്നു? നല്ല അറിവും അതേപോലെ എക്സ്പീരിയൻസും ഉള്ളൊരു അനുഭവമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? നമുക്ക് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പൈസ കൊടുത്താണോ വാങ്ങുന്നത്? അല്ല, സ്കോളർഷിപ്പ് ജാക്കറ്റ് പൈസ കൊടുക്കാതെ വാങ്ങുന്ന അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിരുന്നത്. It was a time-consuming job. Sometimes the small shoots were right next to each other. Finally he spoke again as he turned to leave crying. അതായത് അതൊരു സമയം കൊല്ലുന്ന പ്രവൃത്തിയാണ്. അപ്പൂപ്പന്റെ പുറയിൽ എന്തെങ്കിലും പറഞ്ഞ് നടക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പൊ അതാണ് പറയുന്ന ഒരു സമയം കൊല്ലുന്ന പ്രവൃത്തിയാണ്. ചിലപ്പോൾ ചെടിയുടെ മുളപ്പുകൾ അന്യോന്യം ഒട്ടിച്ചേർന്നിരിക്കും. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുവാൻ തുടങ്ങിയപ്പോൾ അപ്പൂപ്പൻ എന്ത് പറഞ്ഞു? Then if you pay for it, Martha, it's not a scholarship jacket, is it? Tell your principal I will not pay the $15. മാർത്തയുടെ അപ്പൂപ്പൻ പറയാം, മാർത്ത, നീ ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പണം മുടക്കിയാൽ അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല. എന്താ ശരിയല്ലേ? ഞാൻ അതിനുവേണ്ടി $15 അടക്കില്ല എന്ന് നിന്റെ പ്രിൻസിപ്പലിനോട് പറയൂ എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. I walked back to the house and locked myself in the bathroom for a long time. I was angry with grandfather even though I knew he was right, and I was angry with the board, whoever they were. Why did they have to change the rules just when it was my turn to win the jacket? ഞാൻ വീട്ടിലേക്ക് തിരിച്ച് നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കുളിമുറിയിൽ കയറി കതക് കുറ്റിയിട്ട് കുറേ സമയം നിന്നു. അപ്പൂപ്പൻ പറഞ്ഞതാണ് ശരിയെന്ന് അറിയാമായിരുന്നിട്ടും എനിക്ക് അപ്പൂപ്പനോട് എന്ത് തോന്നി? ദേഷ്യം തോന്നി. കൂടാതെ ബോർഡിൽ, അതായത് അവരുടെ ആ സ്കൂൾ PTA ബോർഡ് ഉണ്ടല്ലോ, അവരോട് ആരൊക്കെയാണോ അതിൽ ഉൾപ്പെടുന്നത് അവരോടൊക്കെ അവൾക്ക് എന്ത് തോന്നി? അവൾക്ക് ദേഷ്യം തോന്നി. എന്റെ അവസരമായപ്പോൾ അവരെന്തിനാണ് ജാക്കറ്റിനെ സംബന്ധിച്ച് നിയമങ്ങൾ മാറ്റിയത്? Those were the days of belief and innocence. അതായത് ആ ദിവസങ്ങൾ എന്തായിരുന്നു? വിശ്വാസത്തിന്റെയും നിഷ്കളങ്കതയുടെയും ദിവസങ്ങളായിരുന്നു അവ. It was a very sad and withdrawn girl who dragged into the principal's office the next day. This time he did look me in the eyes. What did your grandfather say? അതായത് പിറ്റേ ദിവസം ഏറെ ദുഃഖിതയായിരുന്ന എന്നെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിച്ചു.
ഇപ്പോൾ പ്രിൻസിപ്പൽ എന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? നിന്റെ അപ്പൂപ്പൻ എന്താണ് പറഞ്ഞത്? ഐ സാറ്റ് വെരി സ്ട്രെയിറ്റ് ഇൻ മൈ ചെയർ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കസേരയിൽ നേരെ ഇരുന്നു. ഹി സെറ്റ് ടു ടെൽ യു ഹി വോണ്ട് പേ ദ $15. അദ്ദേഹം പറയാൻ പറഞ്ഞു. എന്താ അപ്പൂപ്പൻ പറയാൻ പറഞ്ഞത്? $15 അടയ്ക്കാൻ പറ്റില്ലെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്. The principal muttered something I couldn't understand under his breath and walked over to the window. He stood looking at something outside. പ്രിൻസിപ്പൽ എന്തോ പിറുപിറുത്തുകൊണ്ട് ജനാലയ്ക്കരികിലേക്ക് നടന്നു. മട്ടേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പിറുപിറുക്കുക. ഓക്കെ, അപ്പോൾ അതെന്തോ നോക്കി അദ്ദേഹം നിന്നു. ഓക്കെ, he looked bigger than usual when he stood up. He was a tall, grand man with grey hair and I watched the back of his head while I waited for him to speak. മെലിഞ്ഞ ശരീരവും ചാരോ നിറമുള്ള മുടിയുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിന് സാധാരണയിലും കൂടുതൽ വലുപ്പമുണ്ടായതുപോലെ അവൾക്ക് തോന്നി. എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാത്തിരുന്ന സമയത്ത് അവൾ അദ്ദേഹത്തിന്റെ തലയുടെ പുറകിലേക്ക് നോക്കിയിരുന്നു. വൈ, ഹി ഫൈനലി ആസ്ക്ഡ്. യു ഗ്രാൻഡ്ഫാദർ ഹാസ് ദ മണി, ഹി ഓൺസ് എ 200-acre ranch. അതായത് എന്തുകൊണ്ട് അദ്ദേഹം അവസാനം ചോദിച്ചു. നിന്റെ അപ്പൂപ്പന് പണമുണ്ടല്ലോ, അദ്ദേഹത്തിന് 200 ഏക്കർ കൃഷിയിടമുണ്ടല്ലോ. റാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിയിടം. ഓക്കെ, എത്രയുണ്ട്? 200 ഏക്കർ. കണ്ടോ? I looked at him, forcing my eyes to stay dry. I know, sir, but I said if I had to pay for it, then it wouldn't be a scholarship jacket. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്? ഞാൻ പ്രിൻസിപ്പലിനെ നോക്കി കണ്ണു നിറയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം സാർ, പക്ഷേ അപ്പൂപ്പൻ പറയുന്നത് പണം മുടക്കി വാങ്ങുന്നതിന് ഒരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ലെന്നാണ്. ഓക്കെ, I stood up to leave. I guess you will just have to give it to Joanne. I hadn't meant to say that. It had just slipped out. I was almost to the door when he stopped me. Martha, wait. അതായത് അവൾ പോകാനായിട്ട് എഴുന്നേറ്റു. എന്നിട്ട് അവളുടെ മനസ്സിൽ വന്ന കാര്യം അവൾ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയി. എന്താണ് അവൾ പറഞ്ഞു പോയത്? അങ്ങത് ജോവാന് കൊടുത്തോളൂ എന്നവള് പറയണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ പറഞ്ഞതല്ല, പറഞ്ഞു പോയതാ. ഓക്കെ, ആ വാക്കുകൾ എന്റെ വായിൽ നിന്നും തെന്നി വീണതാണ്. സ്ലിപ്ഡ് എന്ന് പറഞ്ഞ എന്താണ്? തെന്നി വീണതാണ്. ഞാൻ ഏകദേശം വാതിലിനടുത്തേക്ക് നീങ്ങി, പക്ഷേ അദ്ദേഹം എന്നെ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മാർത്ത, വെയിറ്റ്. നോക്കാം ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. 12th question. Why was the principal disturbed when Martha's grandfather refused to pay the money? എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ അസ്വസ്ഥനായത് മാർത്തയുടെ അപ്പൂപ്പൻ പൈസ തരുമെന്ന് പറഞ്ഞപ്പോൾ? The principal was disturbed as he felt guilty of his decision which the grandfather had rightly turned down. അതായത് പ്രിൻസിപ്പളിന് അപ്പോൾ തോന്നി അല്ലേ, പ്രിൻസിപ്പൾ എടുത്ത ആ ഒരു തീരുമാനം ശരിയല്ലെന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം അസ്വസ്ഥനായി അങ്ങനെ ചോദിച്ചത്. നെക്സ്റ്റ് പേജ്. I turned and looked at him waiting. What did he want? No. I could feel my heart pounding loudly in my chest. Something bitter and vile tasting was coming up in my mouth. അതായത് ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തിന് ഇനി എന്താണ് വേണ്ടതെന്ന് വിചാരിച്ച് അവളിങ്ങനെ നോക്കുക. എൻ്റെ നെഞ്ച് ക്രമാതീതമായി ഉച്ചത്തിൽ ഇടിക്കാൻ തുടങ്ങി. ഓക്കെ, കയ്പുള്ളതും സുഖകരമല്ലാത്തതുമായ ഒരു രുചി അപ്പോൾ അവളുടെ വായില് നിറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. എനിക്ക് എന്തെങ്കിലും അസുഖം വരാൻ തുടങ്ങിയോ എന്നൊക്കെ അവള് ഭയപ്പെട്ടു. എനിക്ക് അനുകമ്പം നിറഞ്ഞ സംസാരം ഇനി ആവശ്യമില്ല. ഓക്കെ, അവൾ എന്ത് വിചാരിച്ചു? ഇനി ഞാൻ അനുകമ്പം നിറഞ്ഞ സംസാരം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ചു. I was afraid I was going to be sick. I didn't need any sympathy speeches. He sighed loudly and went back to his big desk. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഉച്ചത്തിൽ നെടുവീർപ്പിട്ടു. സൈ എന്ന് പറഞ്ഞ എന്താ? നെടുവീർപ്പിട്ടു. എന്നിട്ട് തന്റെ വലിയ ഡെസ്കിനടുത്തേക്ക് നടന്നു. He watched me biting his lip. Okay, we will make an exception in your case. I will tell the board you will get your jacket. അദ്ദേഹം ചുണ്ടുകൾ കടിച്ചുകൊണ്ട് എന്നെ സൂക്ഷ്മമായി നോക്കി. എന്നിട്ട് പറയാം, ശരി, നിന്റെ കാര്യത്തിൽ ഞാനൊരു ഇളവ് തരാം. ഞാൻ ബോർഡിനോട് പറയാം, നിനക്ക് തന്നെ ജാക്കറ്റ് കിട്ടും. I could hardly believe my ears. I spoke in a trembling rush. Oh, thank you, sir. Suddenly I felt great. I didn't know about adrenaline in those days, but I knew something was pumping through me, making me feel as tall as the sky. I want to yell, jump, run the mile, do something. എനിക്കെൻ്റെ കാതുകളെ വിശ്വസിക്കാൻ ആയില്ല. നല്ല വിറയിലൂടെ ഞാൻ പറഞ്ഞു, ഓ നന്ദി സർ, നന്ദി. അക്കാലത്ത് അഡ്രിനലിൻ എന്ന് പറഞ്ഞാൽ അത് സയൻസിൽ പഠിക്കുന്നതാണ് കേട്ടോ. നമ്മൾ സയൻസിൽ പഠിക്കുന്ന നമ്മളുടെ ബോഡിയിലുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്രിനലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവൾക്ക് ആ സമയം എന്താ തോന്നിയത്? വളരെ പേടിയും വിഷമവും സന്തോഷവും ഒക്കെ കൂടി ഒരുമിച്ചല്ലേ തോന്നിയത് അല്ലേ? ആ ഒരു കാര്യം അവൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, മുൻപോട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കാനുണ്ട്. എന്നിട്ടും എന്തോ അതുപോലെയൊക്കെ തോന്നിയതുപോലാണ് നമുക്കപ്പോൾ തോന്നിയത്. ഓക്കെ, എങ്ങനെയൊക്കെ അപ്പൊ തോന്നിയത്?
എന്തോ ഒന്ന് എന്നിലൂടെ ഉയരുന്നു, ആകാശത്തോളം ഉയരത്തിലാണ് ഞാനെന്ന് അവൾക്ക് തോന്നി. എനിക്ക് തുള്ളിച്ചാടണമെന്നോ കരയണമെന്നോ ഓടണമെന്നോ മറ്റെന്തൊക്കെയോ ചെയ്യണമെന്ന് അവൾക്ക് തോന്നി. I ran out so I could cry in the hall where there was no one to see me. ഞാൻ ഹാളിലേക്ക് ഓടി ഉറക്കെ കരഞ്ഞു, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. At the end of the day, Mr. Schmidt winked at me and said, I hear you're getting the scholarship jacket this year. ആ ദിവസത്തിന്റെ അവസാനം മിസ്റ്റർ ഷ്മിറ്റ് എന്ത് ചെയ്തു, എന്നെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ്, ബട്ട് ഐ ന്യൂ ബെറ്റർ. ഒരു കൊച്ചുകുട്ടിയുടേതുപോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷവും നിരപരാധിത്വവും നിറഞ്ഞു. വിതൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബസ്സിന് നേരെ ഓടി. I cried on the walk home again, but this time because I was so happy. എന്നിട്ടോ ഇപ്രാവശ്യം ഞാൻ വീട് വരെ കരഞ്ഞു, പക്ഷെ ഇത്തവണയോ സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞെന്ന് മാത്രം. I couldn't wait to tell grandpa and ran straight to the field. അപ്പൂപ്പനെ കാത്തിരിക്കാതെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പാടത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ടോ I joined him in the row where he was working and without saying anything I crouched down and started pulling up the weeds with my hands. അതായത് ഒന്നും പറയാൻ നിൽക്കാതെ ഞാനും കുനിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ എന്ത് ചെയ്തു, കള പറിക്കാൻ തുടങ്ങി. വീട് എന്ന് പറഞ്ഞ എന്താ, വീഡ്സ് എന്ന് പറഞ്ഞ എന്താ, കളകൾ. ഓക്കെ, കളകൾ പറിക്കാൻ തുടങ്ങി. Grandpa worked alongside me for a few minutes and he didn't ask what had happened. After I had a little pile of weeds between the rows, I stood up and faced him. അതായത് അപ്പൂപ്പൻ അടുത്താണ് അവൾ കള പറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അപ്പൂപ്പൻ എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. അപ്പം അപ്പൂപ്പൻ എന്ത് സംഭവിച്ചതൊന്നും ചോദിച്ചില്ല. കള പറിച്ചൊരു ചെറിയ കൂന പോലെ കൂട്ടിയിട്ട് അവൾ അപ്പൂപ്പന്റെ നേരെ എന്നിട്ട് തിരിഞ്ഞു നിന്നു. പൈലെന്ന് പറഞ്ഞ എന്താ, കൂന. ഓക്കെ. The principal said he is making an exception for me, Grandpa, and I'm getting the jacket after all. That's after I told him what you said. അപ്പൂപ്പ, പ്രിൻസിപ്പൾ എനിക്കൊരു ഇളവ് തന്നു, എനിക്ക് ഈ വർഷം ജാക്കറ്റ് കിട്ടും. അപ്പൂപ്പൻ പറഞ്ഞ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത്. Grandpa didn't say anything. He just gave me a pat on the shoulder and a smile. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. അതായത് അപ്പൂപ്പൻ ഒന്നും പറഞ്ഞില്ല ഇത് കേട്ടപ്പോൾ. അപ്പൂപ്പൻ എന്ത് ചെയ്തു, അദ്ദേഹം പതിയെ അവളുടെ ചുമലിൽ അവളുടെ പുറത്ത് തട്ടി പുഞ്ചിരിച്ചു. ചുളിവുകളുള്ള ചുവന്ന തോർത്ത് പിൻ പോക്കറ്റിൽ നിന്നെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേൽനെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, മേൽനെറ്റി. Better go see if your grandmother needs any help with supper. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത്താഴം ഉണ്ടാക്കുവാൻ അമ്മൂമ്മേ പോയി സഹായിക്കൂ. I gave him a big grin. He didn't fool me. I skipped and ran back to the house whistling some silly tune. അതായത് ഞാൻ അപ്പൂപ്പനെ ഇളിച്ചു കാണിച്ചു. എന്ത് ചെയ്തു, ബിഗ് ഗ്രിൻ എന്ന് പറഞ്ഞ എന്താ, ഇളിച്ചു കാണിച്ചു. അപ്പൂപ്പൻ എന്നെ വിഡ്ഢിയാക്കിയില്ല. ഞാൻ അവിടെ നിന്ന് ചാടിത്തുള്ളി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് ഓടി. വിസ്ലിംഗ് എന്ന് പറഞ്ഞ എന്താ, മൂളിപ്പാട്ട്. ഓക്കെ, വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. 13th one. Why did the principal change his mind? എന്തുകൊണ്ടാണ് പ്രിൻസിപ്പലിന്റെ മനസ്സ് മാറ്റിയത്? The principal was perhaps forced to take such a decision. The grandfather's attitude and his refusal to pay the money forced him to rethink about it and declared that the scholarship jacket should go to Martha, who deserves it in every way. ആദ്യം തന്നെ പ്രിൻസിപ്പളിന് ആ ബോർഡ് എടുത്ത തീരുമാനത്തിനോട് താല്പര്യമില്ലായിരുന്നു അല്ലേ. അതിനുശേഷം മാർത്തയുടെ അപ്പൂപ്പന്റെ ആ ഡിസിഷൻ, ആ തീരുമാനവും കൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി, ഇത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും എന്ത് തീരുമാനമെടുത്തത്, സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തത്. നെക്സ്റ്റ് വൺ. ഹൗ ഡിഡ് മാർത്ത വിഷ് ടു എക്സ്പ്രസ് ഹർ ജോയ്? എങ്ങനെയായിരുന്നു അവളുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നത്? മാർത്ത വാണ്ടഡ് ടു യെൽ, ജംപ് ആൻഡ് റൺ ദ മൈൽ ഓർ ഡു സംതിങ്. അവൾക്ക് വലിയ ഉച്ചത്തിൽ ശബ്ദം വെക്കാനും അതേപോലെ ചാടാനും ഓടാനും ഒക്കെ അവൾക്ക് തോന്നി അല്ലേ. ഹു റിയലി ഹെൽപ്പ് മാർത്ത ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് ഹൗ? ആരാണ് ശരിക്കും മാർത്തയെ സഹായിച്ചത് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാൻ? എങ്ങനെയായിരുന്നു സഹായിച്ചത്? It was Martha's grandfather who really helped her to get the scholarship jacket. He made her realize that there were things much worthier than what money could buy. അതായത് ആരാ സഹായിച്ചത്? മാർത്തയുടെ അപ്പൂപ്പനായിരുന്നു ശരിക്കും ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാൻ അവളെ സഹായിച്ചത് അല്ലേ. ശരിക്കും അപ്പൂപ്പൻ അവൾക്ക് എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? പൈസ കൊണ്ട് വാങ്ങിക്കുന്നേക്കാളും അപ്പുറമായിട്ട് ഈ ലോകത്ത് വലിയ കാര്യങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. His face looked as happy and innocent as a baby's, but I knew better. What does the suggestion but I knew better suggest? ഇവിടെ പറയുന്നതിൽ മിസ്റ്റർ ഷ്മിറ്റിന്റെ ആ മുഖം ആ സമയത്ത് ഒരു നിഷ്കളങ്കമായ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖം പോലെ ചിരിച്ചുകൊണ്ട് നിന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും ഏറെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എന്ത് കാര്യമാണ് അവൾക്ക് കൂടുതൽ അറിയാമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചത്? മാർത്ത ഹാഡ് ഓവർഹേർഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ ബൂൺ ആൻഡ് മിസ്റ്റർ ഷ്മിറ്റ്. മിസ്റ്റർ ഷ്മിറ്റ് വാസ് ആർഗ്യൂയിങ് ഇൻ ഫേവർ ഓഫ് മാർത്ത ആസ് ഹി വാണ്ടഡ് ഹർ ടു ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നമ്മൾ ഈ സ്റ്റോറി കണ്ടല്ലോ അല്ലെ. മിസ്റ്റർ ബൂണും അതേപോലെ മിസ്റ്റർ ഷ്മിറ്റും
മാർത്തയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്ന നമ്മൾ കേട്ടായിരുന്നു അല്ലെ, സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി. അതേപോലെ മിസ്റ്റർ ഷ്മിറ്റ് എന്താ ചെയ്തത്? മാർത്തയ്ക്ക് വേണ്ടി മാർത്ത അറിയാതെ എന്ത് ചെയ്തിരുന്നു? തർക്കിച്ചു അല്ലേ. അത് ആർക്കറിയായിരുന്നു? അത് മാർത്ത അവരറിയാതെ കേട്ടിരുന്നു. അപ്പൊ ഇതാണ് അവൾ മനസ്സിൽ വിചാരിച്ചത്. ഈ ചിരിയേക്കാളും അപ്പുറമായിട്ട് അവൾക്ക് എല്ലാം മനസ്സിലായെന്ന് അല്ലേ. ഓക്കെ, അപ്പം ഇതോടെ നമ്മുടെ ക്വസ്റ്റൻ ആൻസേഴ്സും അതേപോലെ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മളിവിടെ തീർത്തിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് സഹായകരമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കാണുന്നതായിരിക്കും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.